Hi all, in this video we discuss some important problems on Gauss elimination method. First question, find the value of lambda and mu for which the system of equations 2x plus 3y plus 5z equal to 9, 7x plus 3y minus 2z equal to 8, 2x plus 3y plus lambda z equal to mu has first no solution, second unique solution, third more than one solution. അതായത് ഈ ഇക്വേഷനിൽ എന്തൊക്കെയുണ്ട്? ലാംഡയും മ്യൂ, ഈ ലാംഡയുടെയും മ്യൂവിൻ്റെയും ഏത് വാല്യൂസിനാണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോ സൊല്യൂഷനും യുണീക്ക് സൊല്യൂഷനും മോർ ദാൻ വൺ സൊല്യൂഷനും വരുന്നതെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ഫസ്റ്റ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ഈക്വൽ ടു കോഎഫിഷ്യൻസ് 2, 3, 5 കോൺസ്റ്റൻറ്റിനെ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് 7, 3, -2, 8, 2, 3, ലാംഡ മ്യൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ 2ന് ബിലോ, ഇവിടുത്തെ ലീഡിങ് എൻട്രി 2 അല്ലേ, 2ന് ബിലോ ആയിട്ട് വരുന്ന ഈ 7നെയും 2നെയും 0 ആക്കണം. അപ്പം എന്ത് ഓപ്പറേഷൻ കൊടുക്കാം? ഈ 7നെ 0 ആക്കാൻ R2 ചേഞ്ചസ് ടു എന്ത് ചെയ്യണം? ഇവിടെ 7 ഇവിടെ 2 ആണല്ലേ, അപ്പം എന്താക്കണം? 14 ആക്കിയാൽ പോലെ 2 കൊണ്ട് 7നെ മൾട്ടിപ്ലൈ, 7 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ. അപ്പം എന്ത് ചെയ്യും? R2 ചേഞ്ചസ് ടു 2R2 മൈനസ് 7R1. R3 ചേഞ്ചസ് ടു എന്ത് ചെയ്താൽ മതി? 2 - 2 എന്നാൽ പോലെ, രണ്ട് റോയും കൂടെ സബ്ട്രാക്ട് ചെയ്ത് മതി. R3 മൈനസ് R2 വിച്ച് ഇസ് ഈക്വലൻ ടു എന്ത് വരും? ഫസ്റ്റ് റോ 2, 3, 5, 9, 0, -50, -39, -47, 2 - 2 0, 3 - 3 0, ലാംഡ -5, മ്യൂ -9. അപ്പം ഇത് ഏത് ഫോമിലോട്ടായിട്ടുണ്ട്? റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിൽ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് പാർട്ട്, സിസ്റ്റത്തിന് എന്ത് വേണം? ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. ഫസ്റ്റ് സൊല്യൂഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. ഈ സിസ്റ്റത്തിന് എപ്പോഴാണ് നോ സൊല്യൂഷൻ വരുന്നത്? നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നോ സൊല്യൂഷൻ എപ്പോഴാണ് വരുന്നത്? if rank of A not equal to rank of A not equal to rank of augmented matrix. If rank of A not equal to rank of AB, then the system has no solution. ഓക്കെ, റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ സിസ്റ്റത്തിന് എന്തുണ്ടാവില്ല? സൊല്യൂഷൻ വരത്തില്ല. അപ്പം ഇവിടെ നോക്കേ, ഇതിനകത്ത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആകല്ല്. അപ്പം എങ്ങനെ പറയാൻ പറ്റും? എന്തായാലും റാങ്ക് എന്താകും? 2 ആകും. അപ്പം ഈ റോയല്ല, ഈ റോയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റാങ്ക് വരുന്നത്. ലാംഡ -5നെ മ്യൂ -9ഉം, ഈ ലാംഡ -5ഉം മ്യൂ -9ഉം 0 ആകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും വരുന്നത്. ഓക്കെ, ഇപ്പോൾ ലാംഡ -5 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, സപ്പോസ് ഈ ലാംഡ -5 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ എത്ര വരും? 3 വരും. റാങ്ക് ഓഫ് എ ബിയും എന്ത് വരും? ലാംഡ -5 നോട്ട് ഈക്വൽ ടു 0യോ, അപ്പം ഇവിടെ 0 അല്ലാത്തൊരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് എ ബി എന്ത് വരാം? 3 വരാം, ആണല്ലോ. റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് എ ബി നമുക്ക് എന്തല്ല വരേണ്ടുന്നത്? ഈക്വൽ അല്ല വരേണ്ടുന്നത്. അതുകൊണ്ട് ഈ കേസ് പോസിബിൾ ആണോ? ഈ കേസ് പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ എന്ത് വരാം? ലാംഡ -5 0 വരാം അല്ലേ? ലാംഡ -5 0യും വരാം, മ്യൂ -9 നോട്ട് ഈക്വൽ ടു 0യും വരാം. നോക്ക്, സപ്പോസ് ലാംഡ -5 equal to 0 and mu -9
നോട്ട് ഈക്വൽ ടു 0. ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0യും മ്യൂ മൈനസ് 9 നോട്ട് ഈക്വൽ ടു 0യുമാണെന്ന് അസ്യൂം ചെയ്ത് നോക്കേ. ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ റാങ്ക് ഓഫ് എ എന്ത് വരും? ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ തന്നെ വരുന്നത്, ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്കാണ് വരുന്നത്. അപ്പോൾ ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ എലമെൻറ്റ് 0 ആകും അല്ലേ? ഈ എലമെൻറ്റ് 0 ആണെങ്കിൽ റാങ്ക് എന്ത് വരും? 2 നോൺ സീറോ റോസ് അല്ലേ വരുന്നത്, 1ഉം 2. അപ്പോൾ റാങ്ക് ഈക്വൽ ടു എന്താവും? റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2. ആൻഡ് റാങ്ക് ഓഫ് എ ബി എന്ത് വരും? റാങ്ക് ഓഫ് എ ബി മ്യൂ മൈനസ് 9 0 അല്ല. അപ്പം ഇവിടെ ഒരു നോൺ സീറോ നമ്പർ ഉണ്ടെന്നല്ലേ വരുന്നത്. ഇവിടെ 0 അല്ലാത്തൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ റാങ്കിനകത്ത് ഈ 1 2 3 ഈ 3 റോസും വരത്തില്ലേ. അപ്പം റാങ്ക് ഓഫ് എ ബി എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പം ഈ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. അപ്പോൾ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0 ആൻഡ് മ്യൂ മൈനസ് 9 not equal to 0. Therefore the system has no solution if lambda minus 5 equal to 0 എന്ന് പറഞ്ഞാൽ lambda equal to 5 and mu minus 9 not equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? mu not equal to 9. mu not equal to 9. മനസ്സിലായോ? അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആകരുത്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആകരുതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മളിവിടെ ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? റാങ്ക് ലാംഡ മൈനസ് 5ന് മ്യൂ മൈനസ് 9. അപ്പോൾ ലാംഡ മൈനസ് 5നും മ്യൂ മൈനസ് 9നും എന്ത് വാല്യൂ അതെപ്പം 0 ആകുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് വരുന്നത്. നോ സൊല്യൂഷനാണ്, യുണീക്ക് സൊല്യൂഷനാണ്, മോർ ദാൻ സൊല്യൂഷനാണോ എന്ന് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ രണ്ട് റാങ്കും ഈക്വൽ അല്ല വരേണ്ടുന്നത്. ലാംഡ മൈനസ് 5 റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും നോട്ട് ഈക്വൽ ആണ് വരേണ്ടുന്നത്. അപ്പം ഇവിടെ 0യും വന്ന് ഇവിടെ 0 അല്ലാതെയും വന്നു കഴിഞ്ഞാൽ എന്ത് വരും? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ അല്ലാതെ വരും. ഇനി നിങ്ങൾ ഇവിടെ ഇത് 0 ആക്കുവാണെങ്കിൽ മ്യൂ മൈനസ് 9 ആണ് നിങ്ങൾ 0 എന്ന് പറയുന്നതെങ്കിൽ ഇത് 0 അല്ലെന്ന് വെച്ചോ. ലാംഡ മൈനസ് 5 0 അല്ല, മ്യൂ മൈനസ് 9 0 ആണ്. അതായത് ഇവിടെ 0 വരും, ഇവിടെ 0 വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നത്? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം ഈ റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് എ ബിയും ഏത് എലമെൻറ്റിനെയാണ്? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഡിഫറൻ്റ് ആയിട്ട് വരണമെങ്കിൽ ഈ എലമെൻറ്റ് 0യും ഇവിടെ നോട്ട് ഈക്വൽ ടു 0യും വരണം. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ അല്ലാതെ വരണമെങ്കിൽ ഇത് രണ്ടും എന്ത് വരണം? ഇവിടെ എന്താകണം? 0യും ഇവിടെ നോൺ സീറോ എലമെൻറ്റും വരണം. ഇവിടെ 0 ഇവിടെ നോൺ സീറോ എലമെൻറ്റാണ് വരുന്നതെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും സെയിം ആകും. ഓക്കെ, ഇവിടെ നോൺ സീറോ എലമെൻറ്റാണ് വരുന്നതെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും സെയിം ആകും. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഡിഫറൻ്റ് ആയിട്ട് വരണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇത് 0 ആകുകയും ഇത് 0 ആകാതിരിക്കുകയും വേണം. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ്, സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് യുണീക്ക് സൊല്യൂഷൻ. When the system has unique solution, unique solution എപ്പോഴാണ് വരുന്നത്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു rank of AB equal to number of unknowns. Here number of unknowns ആരൊക്കെയായിരുന്നു? എക്സ്, വൈ, ഇസഡ്. അപ്പം നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും എത്രയും ഈക്വൽ ആയിരിക്കണം? 3ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എന്ത് വരണം? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും 3 വരണം. റാങ്ക് ഓഫ് എ 3 വരണമെങ്കിൽ
ഈ ലാംഡ മൈനസ് 5 എന്താകരുത്, 0 ആകരുത് അല്ലേ. ദിസ് ഈസ് പോസിബിൾ only if ലാംഡ മൈനസ് 5 നോട്ട് ഈക്വൽ ടു 0. മ്യൂ മൈനസ് 9 0 ആക്കാമോ? മ്യൂ മൈനസ് 9 0 ആക്കാം അല്ലേ. മ്യൂ മൈനസ് 9 0 ആക്കാം. മ്യൂ മൈനസ് 9 എന്താകാം? 0 ആക്കാതിരിക്കുകയും ചെയ്യാം അല്ലേ. ഇവിടെ 0 വന്നാലും 0 വന്നില്ലെങ്കിലും എന്ത് വരും? 0 വന്നാലും 0 വന്നില്ലെങ്കിലും ലാംഡ മൈനസ് 5 0 അല്ലാത്തത് കൊണ്ട് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും എത്ര വരും? 3 വരും. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഇവിടുത്തെ ഒരു എലമെൻറ്റ് 0 അല്ലെങ്കിൽ ഇവിടെ ഇപ്പം എന്ത് വാല്യൂ വന്നു കഴിഞ്ഞാലും റാങ്ക് ഓഫ് എ 3 ആയിരിക്കും, റാങ്ക് ഓഫ് എ ബിയും 3 ആയിരിക്കും. ഈ മ്യൂ മൈനസ് 9 അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം മ്യൂ മൈനസ് 9 ക്യാൻ ടേക്ക് എനി വാല്യൂ. ലാംഡ മൈനസ് 5 നോട്ട് ഈക്വൽ ടു 0 ആൻഡ് mu minus 9 can take any value. That is lambda not equal to 5 and mu can take any value. Lambda not equal to 5 and mu can take any വാല്യൂ. മനസ്സിലായോ? യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആയിരിക്കണം. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഇവിടെ 0 ആണോ അല്ലയോ എന്നുള്ളതിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 0 വരാത്ത വാല്യൂ ചൂസ് ചെയ്യണം. ഇവിടെ എന്ത് വാല്യൂ വേണമെങ്കിലും വരട്ടെ. ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ 0 അല്ലാത്തത് കൊണ്ട് ഇതിന് ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, അടുത്ത കേസ് എന്താണ്? സി മോർ ദാൻ വൺ സൊല്യൂഷൻ. മോർ ദാൻ വൺ സൊല്യൂഷൻ. അപ്പം എന്ത് വരണം? മോർ ദാൻ വൺ സൊല്യൂഷൻ ആണെങ്കിൽ കണ്ടീഷൻ എന്താ വരുന്നത്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. അപ്പോൾ എന്ത് വരണം? വിച്ച് ഇംപ്ലൈസ് ഹിയർ നമ്പർ ഓഫ് അൺനോൺസ് equal to x by z 3. Number of unknowns 3. Therefore rank of a equal to rank of a b എന്താകണം? 3 കാട്ടി ലെസ് ആയിട്ടുള്ളൊരു നമ്പർ വരണം. ഇവിടെ എത്ര വരാൻ പറ്റത്തുള്ളൂ? 2. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബി എന്ത് വരണം? 2 വരണം. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും 2 വരണമെങ്കിൽ ഇത് രണ്ടും എന്താകണം? 0 ആക്കണം. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും ഈക്വൽ ടു വരണമെങ്കിൽ ലാംഡ മൈനസ് 5 ആൻഡ് മ്യൂ മൈനസ് 9 ആർ 0. ദിസ് ഈസ് പോസിബിൾ only if lambda minus 5 equal to 0 and if mu minus 9 equal to 0. That is, the system has more solution, more than one solution if lambda equal to 5 and mu equal to 9. Lambda equal to 5 and mu equal to 9. Okay. കുറച്ചും കൂടെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെട്രിക്സ് ഇതാണ് 2 3 5 9 0 -15 -39 -47 0 0 ലാംഡ മൈനസ് 5 മ്യൂ മൈനസ് 9. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങളിപ്പം നോ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റി സൊല്യൂഷൻ അങ്ങനെ ക്വസ്റ്റ്യനിൽ നിന്ന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓരോന്നിനെയും നോക്കിയാൽ മതി. ഇവിടുത്തെ റാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഈ ലാംഡ മൈനസ് 5ൻ്റെയും മ്യൂ മൈനസ് 9ൻ്റെയും വാല്യൂസാണ്. അപ്പം ഈ ലാംഡ മൈനസ് 5ഉം മ്യൂ മൈനസ് 9ഉം എന്തൊക്കെ ആകാം അത് നോക്കിയിരുന്നാൽ മതി. സപ്പോസ് ഒരു കേസിൽ ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0യും മ്യൂ മൈനസ് 9 ഈക്വൽ ടു 0യും വരാം. ഓക്കെ, അപ്പോൾ എന്ത്? ലാംഡ മൈനസ് 5ഉം മ്യൂ മൈനസ് 9ഉം 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു 2, നമ്പർ ഓഫ് അൺനോൺസ് ഈക്വൽ ടു 3,
therefore എന്താ വരുന്നത് മോർ ദാൻ വൺ സൊല്യൂഷൻ. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ലാംഡ -5 എന്ത് വരാം 0 വരാം, മ്യൂ -9 നോട്ട് ഈക്വൽ ടു 0 വരാം. അപ്പോൾ ലാംഡ -5 ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ 2ഉം മ്യൂ -9 നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് റാങ്ക് ഓഫ് എ ബി എന്തും വരും, റാങ്ക് ഓഫ് എ ബി ഇത് 0 അല്ലാത്തതുകൊണ്ട് ഇവിടെ നോൺ 0 എലമെൻറ്റ് വരും, റാങ്ക് ഓഫ് എ ബി എന്ത് വരാം 3 വരാം. അപ്പോൾ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി, therefore നോ സൊല്യൂഷൻ. ഇനി ഒരു കേസും കൂടി ഉണ്ടല്ലോ, ആ കേസിൽ എങ്ങനെ എഴുതാം, ലാംഡ -5 നോട്ട് ഈക്വൽ ടു 0യും മ്യൂ -9 ക്യാൻ ടേക്ക് എനി വാല്യൂ. ഓക്കെ, മ്യൂ -9 ക്യാൻ ടേക്ക് എനി വാല്യൂ. അപ്പോൾ എന്ത് വരും, ലാംഡ -5 0 അല്ലാത്തതുകൊണ്ട് റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3, മ്യൂ -9 എന്ത് വാല്യൂ വരാം 0 അല്ലാതെ വന്നാലും റാങ്ക് ഇത് നോൺ 0 ആയതുകൊണ്ട് റാങ്ക് ഓഫ് എ ബി എന്ത് തന്നെ വരും 3 തന്നെ വരും. നമ്പർ ഓഫ് അൺനോൺസ് 3, therefore ഇതെല്ലാം ഈക്വൽ അല്ലേ, സിസ്റ്റം വാസ് യൂണീക്ക് സൊല്യൂഷൻ. അപ്പം നിങ്ങൾ ഇങ്ങനെ കേസ് അങ്ങ് എടുത്ത് നോക്കിയാൽ മതി. ആദ്യം ഇത് രണ്ടും 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, ഫസ്റ്റിലത്തെ 0യും സെക്കൻഡ് നോട്ട് ഈക്വൽ ടു 0യും, തേർഡെന്ന് പറയുന്നത് ഇത് നോട്ട് ഈക്വൽ ടു 0യും ഈ ലാസ്റ്റ് റോയിൽ വരുന്നതിന് ടേക്ക് എനി വാല്യൂ. അപ്പം ആ 3 കേസസും കിട്ടും. ഓക്കെ, മോർ ദാൻ സൊല്യൂഷൻ, നോ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് may possess non-trivial solution. 3x plus y minus lambda z equal to 0, 4x minus 2y minus 3z equal to 0, 2 lambda x plus 4y plus lambda z equal to 0. ഓക്കെ, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ വേണം. ഇത് ഏത് ടൈപ്പ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്, ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ? ഇവിടെ ഓൾ BI 0 ആണ്, അതായത് ഇക്വേഷൻസ് എല്ലാം എന്ത് വന്നിരിക്കുന്നത് 0ക്കാണ് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓൾ BI 0 ആയതുകൊണ്ട് ദിസ് ഇസ് എ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇതെന്താണ്, ദ ഗിവൺ സിസ്റ്റം ഈസ് എ homogeneous system. ഗിവൺ സിസ്റ്റം എന്നുള്ളത് ഹോമോജീനിയസ് സിസ്റ്റമാണ്. ഇനി ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് എന്ത് സൊല്യൂഷൻ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ വേണം പോസിബിൾ ആകുന്നത് അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകുമ്പോഴാണ് ഇതിനെന്ത് കിട്ടുന്നത്, നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ദിസ് സിസ്റ്റം ഹാസ് എ എന്ത് സൊല്യൂഷൻ, non-trivial solution എപ്പോഴാണ്, if determinant of A equal to 0. കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകുമ്പോഴാണ് എന്ത് വരുന്നത്, നോൺ ട്രിവിയൽ സൊല്യൂഷൻ. നമ്മൾ അവിടെ പഠിച്ചത് if rank of A less than number of unknowns. rank of A less than number of unknowns എന്ന് പറഞ്ഞാൽ അവിടെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അതിനകത്ത് ഏതെങ്കിലും ഒരു റോ 0 ആയിരിക്കും, ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആയിരിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലാംഡ ഈക്വൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ 0ക്ക് ഈക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എന്ത് വരും, കോഎഫിഷ്യൻസ് എല്ലാം എഴുതുക, 3 1 മൈനസ് ലാംഡ, 4 minus 2 minus 3, 2 lambda 4 lambda equal to എന്ത് വരും 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. വിച്ച് ഇംപ്ലൈസ് ഡിറ്റർമിനൻ്റ് എങ്ങനെ എടുക്കുന്നത്, 3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും മാറ്റിയിട്ട് മറ്റേ -2 ഇൻറ്റു ലാംഡ -2 ലാംഡ മൈനസ് 4 ഇൻറ്റു -3 മൈനസും കൂടെ പ്ലസ് 4 ഇൻറ്റു 3 12 മൈനസ് 1 ഇൻറ്റു 4 ലാംഡ മൈനസ് 3 ഇൻറ്റു 2 ലാംഡ. അപ്പോൾ എന്ത് വരും, പ്ലസ് 6 ലാംഡ
മൈനസ് ലാംഡ ഇൻറ്റു ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് ആണ്, ഇവിടുത്തെ മൈനസ് വന്നുകൊണ്ടാണ് മൈനസ് ലാംഡ ഇൻറ്റു എന്ത് വരും 4 × 4 16 പ്ലസ് 4 ലാംഡ ഈക്വൽ ടു 0. അപ്പം എന്ത് കിട്ടി? വിച്ച് ഇംപ്ലൈസ് മൈനസ് 6 ലാംഡ പ്ലസ് 36 മൈനസ് 4 ലാംഡ മൈനസ് 6 ലാംഡ മൈനസ് 16 ലാംഡ മൈനസ് മൈനസ് 16 ലാംഡ മൈനസ് 4 ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. വിച്ച് ഇംപ്ലൈസ് എന്ത് വരും? 4 ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ മൈനസ് 4 ലാംഡ മൈനസ് 6 ലാംഡ മൈനസ് 16 ലാംഡ എത്ര വരും? മൈനസ് 32 ലാംഡ പ്ലസ് 36 ഈക്വൽ ടു 0. വിച്ച് ഇംപ്ലൈസ് മൈനസ് 4 ഇങ്ങ് എടുക്കാമല്ലോ. മൈനസ് 4 ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് എത്ര 8 ലാംഡ plus 9 equal to 0, which implies lambda equal to 1 or minus 9. So the system has non-trivial solution when lambda equal to 1 or minus 9. Non-trivial solution lambda equal to 1 or minus 9. Okay. ട്രിവിയൽ ആയിരുന്നെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 എടുത്തിട്ട് ഇവിടെ ലാംഡ നോട്ട് ഈക്വൽ ടു 1 ആൻഡ് മൈനസ് 9 ചെയ്തതിന്. The equations for x plus y plus z equal to a, 3x plus 4y plus 5z equal to b, 2x plus 3y plus 4z equal to c have no solution if a equal to b equal to c. How many solution if a equal to b by 2 equal to c equal to 1? അതായത് a equal to b equal to c equal to 1 വന്നു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് നോ സൊല്യൂഷൻ എന്നും a equal to b by 2 equal to c equal to 1 എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് എന്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണം? ഇൻഫിനിറ്റ് മെനി സൊല്യൂഷൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി. കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ത് വരും ഇവിടെ? 1 1 1 a 1 1 1 a ഇവിടെ 3 4 5 b 3 4 5 b 2 3 4 c. ഓക്കെ, ദിസ് ഈക്വലൻ ടു എന്ത് ചെയ്യണം? ഈ 3a 0 ആക്കണം. 3a 0 ആക്കാൻ എന്തൊരു ഓപ്പറേഷൻ കൊടുക്കാൻ? R2നെ ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഇവിടെ 3 കൊടുത്താൽ പോരെ? R2 മൈനസ് 3R1 ഇസ് ഈക്വലൻ ടു 1 1 1a 3 മൈനസ് 3 0 4 മൈനസ് 3 1 5 മൈനസ് 3 2 b മൈനസ് 3a. R3 എങ്ങനെ ചേഞ്ച് ചെയ്യാം? R3 ചേഞ്ചസ് ടു ഇവിടെ 2 ഉണ്ട്, ഇവിടെ മൈനസ് 2 വരണം അല്ലേ? അപ്പം R2 മൈനസ് 2R1 2 മൈനസ് 2 0 3 മൈനസ് 2 1 4 മൈനസ് 2 2 c മൈനസ് 2a. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് റോ ലീഡിങ് ഇൻ ട്രീ 1 1ന് ബിലോട്ടുള്ള 1നെ 0 ആക്കണം. അപ്പോൾ എന്ത് കൊടുക്കാം? R3 ചേഞ്ചസ് ടു ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ പോരെ? R3 മൈനസ് R1 is equivalent to 1 1 1a 0 1 2 b minus 3a 1 2 b minus 3a 0 1 minus 1 0 2 minus 2 0. അടുത്ത എന്താ? c minus 2a minus b minus 3a. അപ്പോൾ എന്ത് വരും? c minus 2a minus b plus 3a. എന്ത് കിട്ടും? c minus b minus 2a plus 3a a c minus b plus a. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇനി ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? നോ സൊല്യൂഷൻ ദെൻ നോ സൊല്യൂഷൻ ഇഫ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു 1. ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു 1 എന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? നോ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെൻ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു 1, എക്കും ബിക്കും സിക്കും 1 വയ്ക്കും. അപ്പോൾ എന്ത് കിട്ടും? മെട്രിക്സ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ഈക്വൽ ടു എന്താവും? 1 1 1 എ എന്ന് പറയുന്നത് 1 0 1 2 ബി മൈനസ് 3. അപ്പം ബി എന്ന് പറയുന്നത് 1 മൈനസ് 3 ഈക്വൽ ടു മൈനസ് 2. അടുത്തത് 0 0 0 സി 1 മൈനസ് ബി 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരും 1 2. റാങ്ക് ഓഫ് എ ബി 1 2 3.
റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി അല്ലേ. therefore നോ സൊല്യൂഷൻ. ഓക്കെ ആയി. നെക്സ്റ്റ് എന്താ, സെക്കൻഡ് എ ഈക്വൽ ടു ബി ബൈ ടു ഈക്വൽ ടു സി ഈക്വൽ ടു 1 എന്നാണ്. എ ഈക്വൽ ടു ബി ബൈ ടു ഈക്വൽ ടു സി ഈക്വൽ ടു 1 അതെന്ന് പറഞ്ഞാൽ എന്ത് വരും, എ ഈക്വൽ ടു 1 ബി ബൈ ടു ഈക്വൽ ടു 1 എന്നാണ്. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു എത്ര 2 സി ഈക്വൽ ടു 1. അപ്പം എക്ക് 1 ബിക്ക് 2 സിക്ക് 1 കൊടുക്കണം. ദെൻ എ ബുക്ക് മെട്രിക്സ് എ ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 1 1 1 എക്ക് എന്ത് കൊടുക്കണം 1 0 1 2 ബി മൈനസ് 3. അപ്പം ബി എന്ന് പറയുന്നത് 2 മൈനസ് 3 2 മൈനസ് 3 മൈനസ് 1. അടുത്തത് 0 0 0 സി മൈനസ് ബി പ്ലസ് എ എന്നാണ്. അപ്പോൾ എന്ത് വരും 1 മൈനസ് 2 പ്ലസ് 1 എന്തായി 0. റാങ്ക് ഓഫ് എ ഈക്വൽ ടു 1 ഇത്രയില്ലേ വരുന്ന മെട്രിക്സ് 1 2. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു അത് എത്രയാണ് വരുന്നത് 1 2. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു 2 which is number of unknowns equal to 3. Rank of A equal to rank of AB less than number of unknowns. Therefore infinitely many solutions. Okay. പ്രോബ്ലംസ് എല്ലാം നോക്കി വെക്കണം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും. ഫസ്റ്റ് പാർട്ടിനകത്ത് ഗോസ് എലിമിനേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഇവിടെ ഏതൊക്കെ വാല്യൂസ് ലാംഡ അല്ലെങ്കിൽ മ്യൂന് വന്നു കഴിഞ്ഞാൽ 0 യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ, നോ സൊല്യൂഷൻസ്. ഓക്കെ.